ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാരുതി 800 നല്ല നീറ്റ് ചന്തക്കാൻ അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു വേണ്ടപ്പെട്ട ആളുടെ വണ്ടിയും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് ഓയിലും ഫിൽറ്റർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഫിൽറ്റർ അയക്കാനുള്ള ടൂൾ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ്, അതായത് നമ്മുടെ പാർട്ണറിൻ്റെ വർക്ക്ഷോപ്പ് പോയി, നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പ് അവിടെ പോയി നമ്മൾ വർക്ക് ചെയ്തു. ഫിൽറ്റർ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ ഓയിലാട്ടോ. ബോഷിൻ്റെ എഞ്ചിൻ ഓയിലാണ് നമ്മൾ കൂടുതൽ സജഷൻ ചെയ്യുക. കൂടുതൽ നമ്മളിവിടെയുള്ള കൂടുതൽ വണ്ടികൾ നമ്മൾ ബോഷാണ് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 ലിറ്ററോളം വരും കേട്ടോ. ഈ മാരുതി 800 അല്ലെങ്കിൽ 3 ലിറ്ററിൻ്റെ അടുത്ത് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം കണ്ടത്. വണ്ടിയുടെ കൂളൻ്റ് എന്ന് പറഞ്ഞ സാധനം അതിലില്ല, വെറും പച്ചവെള്ളമാണ്. അതും ചളി പിടിച്ച് കിടക്കായിരുന്നു റേഡിയേറ്ററൊക്കെ. റിസോർട്ട് ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം കാണില്ല, അത്രയും ഡാർക്കായിരുന്നു, അത്രയും കരി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ റേഡിയേറ്റർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തു, വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്തു, റേഡിയേറ്റർ ഒന്ന് ഫ്ലഷ് ചെയ്തു, നമ്മുടെ റിസോർട്ട് ടാങ്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു. നമ്മൾ മാക്സിമം എല്ലാവരും കൂളൻ്റ് യൂസ് ചെയ്ത് നോക്കുക. നമ്മളൊരു 10 രൂപ ചിലവാകുന്നതിൽ കൂളൻ്റ് വാങ്ങുന്നൊരു പൈസ ചിലവല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും കൂളൻ്റ് ഒഴിക്കാതിരിക്കരുത്. മാക്സിമം എല്ലാവരും കൂളൻ്റ് ഒഴിക്കുക, അല്ലെങ്കിൽ നല്ല മേജറായിട്ടുള്ള ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റേഡിയേറ്ററിലൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂലോട്ട് മാറും. അപ്പോൾ കൂടുതലും എല്ലാവരും കൂളൻ്റ് മാക്സിമം യൂസ് ചെയ്യുക. അങ്ങനെ കൂളൻ്റ് ചേഞ്ച് ചെയ്തു, എഞ്ചിൻ ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്തു. അങ്ങനെ കസ്റ്റമർക്ക്